ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കട്ട്ലേറ്റാണ്. അതായത് മിക്ക ആൾക്കാർക്കും ഈ സോയ ചങ്ക്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല, കറി വെച്ചാലോ ഫ്രൈ ചെയ്താലോ. പക്ഷേ ഇങ്ങനെ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആരാന്നേലും കഴിച്ചു പോവും. അപ്പോൾ ഞാനിവിടെ ന്യൂട്രലയുടെ ചെറിയ പാക്കറ്റാണ് 2 എടുത്തത്. അപ്പോൾ ഇതുപോലുള്ള വലുതാണെങ്കിലും എടുത്താൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്നതാണ്, കുറച്ച് നാളായതാണ്. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുത്ത് തീർക്കാമെന്ന് വെച്ച് അതുകൊണ്ട് എടുത്തതാണ്. എന്നിട്ടത് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിൽ ഉപ്പിട്ടിട്ട് കുറച്ച് നേരം ആ വെള്ളം അങ്ങ് ഓഫാക്കണം. തിളച്ച വെള്ളം അങ്ങ് ഓഫാക്കിയിട്ട് അതിലൊരു 10-15 മിനിറ്റ് ആ സോയ ചങ്ക്സ് അതിലൊന്ന് ഇട്ട് വെച്ചേക്കണം. എന്നിട്ടത് കഴുകി നമുക്കിങ്ങ് എടുക്കണം. കഴുകിയിട്ട് അതൊന്ന് വെള്ളം വാലാൻ വെച്ചിട്ട് പിന്നെ പിഴിഞ്ഞെടുക്കണേ. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു 4 ഉരുളൻകിഴങ്ങ് കുക്കറിൽ വിസിലടിച്ചെടുക്കണം. നന്നായിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. കാരണം ഒട്ടും പീസില്ലാതെ പൊടിഞ്ഞ് കിട്ടണം. അതനുസരിച്ച് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണേ. ഞാനൊരു 3-4 വിസിലടിച്ചെടുത്തു. അഥവാ കട്ട എങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ തള്ളവിരലും മറ്റേ വെള്ളവും ഇട്ട് നമ്മൾ ഇങ്ങനെ ഞെവിടി പൊടിച്ചെടുക്കത്തില്ലേ, അതുപോലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ അതൊന്ന് ആ സോയ ചങ്ക്സ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇച്ചിരി ഒന്ന് പൊടിഞ്ഞ് കിട്ടണം നമുക്ക്. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരയേണ്ട. ചെറിയ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു ഇച്ചിരി നമ്മളിലെ ചിക്കനൊക്കെ ക്രഷ് ചെയ്തിലേക്ക് ചിക്കൻ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ബീഫൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്യത്തില്ലേ, അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. അപ്പം ഞാനിതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും വേണോ അതനുസരിച്ച് എടുക്കാം. എനിക്കിപ്പോൾ ഇത്തിരി 2 വിരുന്നുകാരുള്ളതുകൊണ്ട് അവർക്കൂടെ ചായയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് അതിലേക്ക് തന്നെ ഞാൻ 2 ബ്രെഡ് കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ആ സോയ ചങ്ക്സിന് ഒരു പിടുത്തം കിട്ടാനായിട്ട്, ഇത്തിരി ഒരു കട്ടി ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് 2 പീസ് ബ്രെഡ് പീസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടിയത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ്, ഒരു 4-5 പീസ് ബ്രെഡ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് പിന്നെ ഞാനൊന്ന് വറുത്തെടുക്കും. വറുത്തിട്ട് വീണ്ടും അത് പൊടിച്ചെടുക്കും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കിട്ടും. അപ്പോൾ അല്ലാതെ ഇപ്പം വറക്കാതെ ചെയ്യുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊന്ന് തണുത്ത് ഇരിക്കും. അതുകൊണ്ട് ഞാനൊന്ന് അത് ക്രഷ് ചെയ്തിട്ട് ഒന്ന് വറുത്തിട്ട് വീണ്ടും അത് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഈ സോയ ചങ്ക്സിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു വലിയ സവാള, കുറച്ച് മല്ലിയില, ഇതിൽ കുറച്ച് 2 പച്ചമുളകും ഇത്തിരി കറിവേപ്പില കീറിയതും. നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം മൊത്തവും കൂടി ഇട്ട് കൊടുക്കണ്ട, നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടേ നമുക്ക് എങ്ങനെ അതിൻ്റെ ആ മസാല കിട്ടുന്നതെന്ന് നമുക്ക് ഉരുട്ടിയെടുക്കത്തക്ക വിധത്തിലുള്ളൊരു രീതിയിൽ നമുക്ക് കിട്ടണം. പക്ഷേ എനിക്ക് മൊത്തം ഉരുളൻകിഴങ്ങ് യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പം നന്നായി കൈ കൊണ്ട് ഇതൊന്ന് ഉടച്ച് എല്ലാ സ്ഥലത്തും മസാല ചേരത്തക്ക വിധത്തിലൊന്ന് കുഴച്ചെടുക്കാമേ. ആ സമയത്ത് ഉരുളൻകിഴങ്ങിൻ്റെ പീസ് വല്ലതും കിട്ടുവാണെങ്കിൽ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതുപോലെ ഈ സവാളയൊക്കെ അരിയുമ്പോഴും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. അപ്പം ഞാനിനി ഇവിടെ ഒരു മുട്ട എടുക്കുന്നുണ്ട്. മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായി ഒന്ന് കലക്കിയെടുക്കണം. നമുക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ മുട്ടയ്ക്കകത്ത് മുക്കിയിട്ടല്ലേ ചെയ്യുന്നത്, അതുപോലെ ഞാനിത് നന്നായി കലക്കിയെടുത്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ബ്രെഡ് ക്രംസ് ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്ന് തണുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാനൊരു സിലിണ്ടർ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഒത്തിരി എണ്ണയില്ലാതെ കുറച്ച് എണ്ണ പാനിൽ ഒഴിച്ചുണ്ടാക്കുവാണെങ്കിൽ ഈ വട്ടത്തിലുള്ള കട്ട്ലേറ്റ് ഉണ്ടല്ലേ, വട്ടത്തിലുണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാം. കാരണം ഈ സിലിണ്ടർ ഷേപ്പ് ആകുമ്പം നമുക്ക് അത് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഇടണം. മറ്റേതാകുമ്പം 2 സൈഡ് നമുക്കൊന്ന് മറിച്ചിട്ടാൽ മതിയല്ലേ. ഷാലോ ഫ്രൈ ചെയ്യുവാണെങ്കിലും കുഴപ്പമില്ല. ഡീപ് ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കുറേ കൂടെ ടേസ്റ്റ് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. ഇത് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ നമ്മൾ ഉരുട്ടി ഇങ്ങനെ എടുക്കുന്നുണ്ടേ, അത് നന്നായിട്ട് അതിൻ്റെ പുറം മൊത്തവും ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ എണ്ണയിലിടുമ്പോഴത്തേനും അത് പൊട്ടിപ്പോവും. എനിക്ക് 1-2 അങ്ങനെ പൊട്ടിപ്പോയി. പെട്ടെന്നില്ലേ നന്നായിട്ട് കോട്ടിങ് ശരിക്ക് ആകാതെ അതിട്ടതുകൊണ്ട് പൊട്ടിപ്പോയി. അപ്പം ഞാനിത് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ.
ബാക്കി കുറച്ച് മസാലയുണ്ട്, ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് പിന്നെ എപ്പോഴേലും ഉണ്ടാക്കാമെന്നും പറഞ്ഞു. അപ്പം നമ്മൾ ഇതൊന്ന് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് എണ്ണയൊക്കെ ചൂടാക്കാൻ വെക്കണം. അപ്പം നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഇതൊന്ന് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലുള്ള എണ്ണ വേണേ. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇത് ഇടുന്ന സമയത്ത് തീ ഒന്ന് കുറച്ചേക്കണം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. കാരണം അതൊന്ന് വെന്ത് വരണം. അത് ഇച്ചിരി നേരം ഇപ്പോൾ ഒന്ന് ഇടുന്ന സമയത്ത് അത് ഒന്നും തൊടണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും അതൊന്ന് കളർ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ മറിച്ചിട്ട് അത് നന്നായി എല്ലാ സൈഡും ഒന്ന് മറിച്ചിട്ട് കളറാവുന്നുണ്ടെങ്കിൽ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവത്തില്ല ഇത് സോയാ ചങ്ക്സ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്, ചിക്കനോ ബീഫോ ആണെന്നേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ, കാരണം ഓയിലിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അല്ലാതെ ഷാലോ ഫ്രൈ ചെയ്യുവാണെങ്കിൽ വേറെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പാനിൽ തിരിച്ചും മറിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. സോയാ ചങ്ക്സിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലേ, നല്ല ഹൈ പ്രോട്ടീൻ അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇത് ഞാനൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് കളറൊന്ന് മാറി അത് ഞാനിങ്ങനെ കോരിയെടുക്കുക. എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഇടുന്ന സമയത്തൊന്ന് തീ കുറയ്ക്കണം. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അതുപോലെ കോട്ടിങ്ങും നന്നായിട്ട് ഉണ്ടാകണം. ഞാൻ പറഞ്ഞില്ല 3-4 എൻ്റെയും കോട്ടിങ് ശരിയാകാഞ്ഞതുകൊണ്ട് അങ്ങ് പന്നലായിപ്പോയി. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന അനുസരിച്ച് ഇപ്പോൾ എണ്ണയ്ക്കിപ്പം കുഴപ്പമൊന്നുമില്ല, പതഞ്ഞ് കയറിയൊന്നും വരുന്നില്ല. കുറേശ്ശെ അങ്ങോട്ട് നമ്മൾ ഓരോ ട്രിപ്പ് ഇട്ട് കഴിയും തോറും പിന്നെ എണ്ണ ഇങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങും. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് മുട്ടയുടെ അംശം ഉണ്ടല്ലോ, അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ തീയൊക്കെ കൂട്ടി, ചിലപ്പം പതഞ്ഞ് മേളിലോട്ടിങ്ങ് കയറി വരും. അതനുസരിച്ച് കുറച്ച് 1-2 ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഇപ്പം ഞാൻ 5, നിങ്ങളുടെ പാത്രം വലുതാണെങ്കിൽ അതനുസരിച്ച് എടുക്കാം, ചെറുതാണെങ്കിൽ അതനുസരിച്ച്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന അനുസരിച്ച് ഇവിടെ പിള്ളേരുണ്ടായിരുന്നു, പിള്ളേർ വന്ന് എടുത്ത് കഴിച്ച് ലാസ്റ്റിൽ എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ചേ കിട്ടിയുള്ളൂ. ആദ്യത്തെ എല്ലാം നല്ലത് ഇവന്മാർ തിന്ന്, എനിക്കും അത്ര ഓർമ്മയില്ലായിരുന്നു. ഇവർ നല്ല ടേസ്റ്റാണ്, ചൂടോട് നല്ല ടേസ്റ്റാണ്. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ അതങ്ങ് സോഫ്റ്റ് ആവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിക്കുവാണെങ്കിൽ നല്ല ചൂടോടെ, അന്നേരം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ ഒരു 3-4 മണിക്കൂർ കഴിയുവാണെങ്കിൽ അത് സോഫ്റ്റായിട്ട് പിന്നെ അങ്ങ് വരും. പക്ഷേ ടേസ്റ്റ് വ്യത്യാസം കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.